മുൻ MP KP ധനപാലൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. മൃതദേഹം വടക്കൻ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻമരിയ, പറയൂ, എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 5:30 അന്ത്യം സംഭവിക്കുന്നത്. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഇദ്ദേഹത്തിന് ചില ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം തിരികെ രാഷ്ട്രീയ രംഗത്തേക്കും സജീവമാകുന്നതിനിടയിലാണ് വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാവുകയും തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ 5:30 മരണം സംഭവിക്കുകയായിരുന്നു. ഈ VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ പറവൂരിൽ അനുമോദന ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ അനുമോദന ചടങ്ങുകളിൽ ഉൾപ്പെടെ അദ്ദേഹം സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മൃതദേഹം പറവൂരിലെ വീട്ടിലെത്തിക്കും. അതിനുശേഷം 2 മണിയോട് അതിനുശേഷം പറവൂരിലുള്ള മുനിസിപ്പൽ ടൗൺ ഹാളിൽ 3 മണിവരെയായിരിക്കും പൊതുദർശനം. പിന്നീടായിരിക്കും ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതേ ഉള്ളൂ. മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഈ പറവൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പൊതുദർശനം നടക്കുന്ന ഇടങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് ഏറെ നാളായിട്ട്, അത് KSU കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. വിവിധ സംഘടനകളിലായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 2009 അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭാ അംഗമായിട്ട് മാറുന്നത്. അതോടൊപ്പം തന്നെ പറവൂർ നഗരസഭാ അംഗം, മിൽമ ചെയർമാൻ തുടങ്ങി നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ മുതൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.